അല്ല, ശരീരത്തിൽ പൊടിയും ചെളിയൊക്കെ പറ്റി നമ്മൾ വേർക്കുകയൊക്കെ ചെയ്യുന്നോണ്ട് കുളിക്കുകയല്ല. ഇതേപോലെ നമ്മുടെ മനസ്സിലും ഡെയിലി നിത്യം നമുക്ക് കഴുകൽ പ്രാപിക്കണം. അതാണ് വർക്ക്ഔട്ട് യുവർ സാൽവേഷൻ. അതില്ലാതെ റിസ്റ്റോറേഷൻ ഉണ്ടായില്ല. നമ്മളെ മതം പഠിപ്പിച്ച് ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ചാൽ മതി, ബ്ലെസ്സിങ് ബ്ലും ബും. നിങ്ങൾ ആ ബോധ്യത്തിൽ നിന്ന് നിങ്ങളുടെ ഓരോ ദിവസത്തെ ചിന്തകളെയും നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ എല്ലാവർക്കും ഫാസ്റ്റ് ഫുഡ് കൾച്ചറില്ല. ഓക്കെ, മിറക്കിൾ ദൈവം ചെയ്യും, 100% ചെയ്യും. ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യം ദൈവം ചെയ്യട്ടെ. നിങ്ങളോട് പറഞ്ഞിരിക്കുന്ന കാര്യം നിങ്ങൾ ചെയ്യുക. ഹല്ലേലൂയ. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കാവോ? ഇമ്പോസിബിളാ. പക്ഷേ ദൈവം പറഞ്ഞ എന്താ? നിങ്ങൾ 5000 ഉണ്ടാക്കാനല്ല പറഞ്ഞേ, നിങ്ങൾ ഈ കൊട്ടയിലുള്ളത് എടുത്ത് അവർക്ക് വിളമ്പാനാ പറഞ്ഞേ, അല്ലേ? വിളമ്പിക്കൊണ്ടിരുന്നപ്പോൾ അത് വർദ്ധിച്ചു. ഒരു മീനും അധ്വാനിച്ചിട്ട് രാത്രി മുഴുവൻ അധ്വാനിച്ചും കിട്ടാത്ത പത്രോസിനോട് പറഞ്ഞു, നീ പടകിന്റെ വലതുവശത്ത് വലയിറക്ക്. മീൻ കിട്ടുകയോ ഇല്ലയോ എന്നുള്ളതും പത്രോസിന്റെ കപ്പാസിറ്റി ഇല്ല. പത്രോസിനോട് പറഞ്ഞത് പത്രോസിന് പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യം, നീ വലയിറക്കി. വല നിറച്ച് മീൻ പെരുപ്പിച്ചതാരാ? ഐ ആം ദ ഗോഡ് ഓഫ് ഇംപോസിബിൾ. വിത്ത് ഗോഡ് ഓൾ തിങ്സ് ആർ പോസിബിൾ. നിങ്ങൾ ആരും വിത്തൗട്ട് ഗോഡ് അല്ല. നമ്മളോട് ഒരിക്കലും നിങ്ങൾക്ക് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യം ചെയ്യാൻ ദൈവം നമ്മളോട് പറഞ്ഞിട്ടില്ല. പോസിബിൾ അല്ല. വർക്ക്ഔട്ട് യുവർ സാൽവേഷൻ. നിങ്ങളുടെ രക്ഷയെ പ്രവർത്തിപ്പിൻ. കാരണം ട്രൂ ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നത് ഇതിലാണ്.